ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഇതാ അമ്പലത്തിൽ പോകാനുള്ള തിരക്കിലാട്ടോ. എന്താ പറയുക, നന്ദൂട്ടി വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോകുന്നത്. ഞാൻ പറയുമ്പോൾ ഒന്നുകിൽ ശകിലേട്ടൻ ഉണ്ടാവും, അല്ലെങ്കിൽ ചാരുട്ടി ഉണ്ടാവും. അങ്ങനെയാണ് പോവാറുള്ളത്. ഇതിപ്പോൾ ഞാനും എൻ്റെ നാത്തൂനുമായിട്ട് ഒന്ന് അമ്പലത്തിൽ പോകാം. കുറേ കുറേ ദിവസങ്ങൾക്ക് മുമ്പുള്ള പ്ലാനിങ് ആട്ടോ. അപ്പോൾ ഇന്നാണത് സാധിച്ചത്. അപ്പം നമ്മൾ പോകുന്നത് പാലോറ ശിവക്ഷേത്രത്തിലേക്കാട്ടോ. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു ക്ഷേത്രമാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ 1.5 വർഷത്തിന് ശേഷമാട്ടോ ഈ അമ്പലത്തിൽ പോകുന്നത്. അവിടെ തന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. കാരണം അമ്പലമൊക്കെ എന്താ പറയുക, പൊളിച്ചിപ്പം പുതിയതായിട്ടൊക്കെ ഒരുപാട് പണികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അമ്പലത്തിൻ്റെ മുറ്റത്ത് നന്ദി ഇയാളുണ്ടാവും കേട്ടോ എപ്പോഴും. പിന്നെന്താ നമ്മൾ ഒരു 7-7:15 നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നേരത്തെ പോയിട്ട് വരാമെന്നാണ് വിചാരിച്ചത്. കാരണം വെയിലൊക്കെ വരുന്നതിന് മുമ്പ് വേഗം പോയിട്ട് വരാമെന്ന് വിചാരിച്ച്. പക്ഷേ ഞങ്ങൾ സാരിയൊക്കെയാണ് എടുത്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം വൈകി. എന്നാലും ഞങ്ങൾ എത്തിയപ്പോൾ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനതങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അവിടുത്തെ കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഓരോ ഷോർട്സൊക്കെ എടുത്ത് വെച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ആക്കാം ഇതെന്ന്. അങ്ങനെ നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞപ്പോൾ ഉള്ളിലത്തെ ഒന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. ഉള്ളിലേക്കൊന്നും അങ്ങനെ ഫോണ് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നി, എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ തൊഴുതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ കുളത്തിലേക്ക്, അവിടെ അമ്പലത്തിലെ കുളം കാണാൻ വേണ്ടി പോയിട്ട് ഞാൻ ഇറങ്ങാറേ ഇല്ല കേട്ടോ. കാരണം ഭയങ്കര വലിയ സ്റ്റെപ്പൊക്കെ പാടുണ്ട് കയറാൻ വേണ്ടിയിട്ട്. ഇറങ്ങാൻ എളുപ്പമാണല്ലോ, പക്ഷേ കയറാൻ ഭയങ്കര പാടാണല്ലോ. അങ്ങനെ കുറേ കാലത്തിന് ശേഷമല്ലേ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഒന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറച്ച് റീൽസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. നല്ലൊരു വൈബാണ് കേട്ടോ. കാരണം ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇങ്ങനെ രാവിലെ അമ്പലത്തിൽ പോകുന്നത്. ഞാൻ സാധാരണ അങ്ങനെ ഒന്നെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് നമ്മുടെ ക്ഷേത്രത്തിൽ, നമ്മൾ കുടുംബക്ഷേത്രത്തിൽ പോകാറുണ്ട് കേട്ടോ ഒറ്റയ്ക്ക്. പക്ഷേ ഇതൊരു പ്രത്യേകതരം വൈബ്. കാരണം നമ്മൾ രണ്ടാളും കൂടി പ്ലാൻ ചെയ്ത് അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ രണ്ടാളും ഒരുമിച്ച് ഇങ്ങനെ പോകുന്നതൊക്കെ. അപ്പോൾ ഭയങ്കര ഒരു രസമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവിടെ ഇരുന്ന് കുറേ നേരം എന്താ പറയുക, വീഡിയോസൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ പോകാൻ നോക്കുക കേട്ടോ. അതിനു മുമ്പേ എൻ്റെ ഓരോരോ പ്രഹസനങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഒന്നും വിചാരിക്കേണ്ട. ഇൻസ്റ്റയിലേക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയില്ല, കുറച്ച് ക്ലിപ്പിങ്സ് എടുക്കുക കേട്ടോ ഞാൻ. അപ്പോൾ അത് നാത്തൂന് എടുത്തു തന്നതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സർപ്പക്കാവിലും കൂടി ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് സർപ്പക്കാവിലേക്ക് പോകുന്നത്. ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ അടുത്താണ് അവിടെ അങ്ങനെ സർപ്പക്കാവ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എനിക്ക് വലിയ ഓർമ്മയില്ല. അപ്പോൾ ആൽമരമൊക്കെ ഒന്ന് ചുറ്റി എന്നിട്ട് നമ്മൾ നേരെ സർപ്പക്കാവിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ കുറേ നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തപ്പോഴേക്ക് എന്നെ ഒരുപാട് നേരം വൈകി കേട്ടോ. പിന്നെ നന്ദൂട്ടി കരയുന്നത് നമുക്ക് പറഞ്ഞ് ഏട്ടൻ വിളിച്ചു. അപ്പോൾ ഞാൻ വേഗം പോകാമെന്ന് വിചാരിച്ചു. സർപ്പക്കാവിലൂടെ ഒന്ന് തൊഴുതിട്ട് വേഗം പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോവുക കേട്ടോ. നമ്മൾ 2 വീലറിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അത് ഒരു പ്രത്യേകതരം വൈബായിരുന്നു കേട്ടോ. അങ്ങനെ രണ്ടാളും കൂടി വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി വേറെ എവിടെയെങ്കിലും പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളതേ വൈബിലുള്ള നാത്തൂന്മാരുള്ള ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കതേ വൈബിലുള്ള നാത്തൂനെ കിട്ടിയത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ നന്ദൂട്ടിയും അച്ഛനും നല്ല കളിയാട്ടോ. ഇപ്പം നന്ദൂട്ടിൻ്റെ സ്ഥിരം പരിപാടിയാണ് ഇങ്ങനെ ഓരോരോ സൗണ്ട് ഉണ്ടാക്കും, ഉറക്കനെ സൗണ്ട് ഉണ്ടാക്കും. നമ്മുടെ ഫേസൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചിട്ട് ഓരോ സൗണ്ട് ഉണ്ടാക്കും കേട്ടോ. നമുക്ക് എന്തായാലും ദേഷ്യം പിടിക്കുകയാണോ അല്ലെ അവൾ കളിക്കുകയാണോ എന്താണെന്ന് അറിയില്ല. അവൾ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ കൂടെ നിൽക്കുന്നേക്കാളും കൂടുതൽ അവൾക്ക് അവളുടെ അച്ഛൻ്റെ കൂടെ നിൽക്കുന്ന കേട്ടോ കൂടുതലായിട്ട് ഇഷ്ടം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഏട്ടൻ എടുക്കുമ്പോഴും കളിപ്പിക്കുമ്പോഴൊക്കെ അവൾ കൂടുതൽ ആക്റ്റീവായിട്ട് കാണാറുണ്ട്. എൻ്റെ അടുത്ത് ഇല്ല എന്നല്ല, എന്നാലും അവൾ ചാരുട്ടിയാലും നന്ദൂട്ടിയാലും അച്ഛൻ്റെ കുട്ടികളാട്ടോ. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അവർ നന്നായിട്ട് നല്ല കളിയിലാട്ടോ. ഞാൻ വരുമ്പോഴത്തേക്കും നന്ദൂട്ടി നീറ്റുണ്ടായിരുന്നു. ചെറുതായിട്ടൊന്ന് കരഞ്ഞെന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഫീഡൊക്കെ ചെയ്ത് പോയതിനെ കൊണ്ട് വലിയതായിട്ട് അലമ്പാക്കിയില്ല കേട്ടോ. അപ്പോൾ അവരങ്ങനെ കളിക്കുകയാണ്. അതിനുശേഷം ഞാൻ നന്ദൂട്ടിക്ക് ഇപ്പം കുറുക്ക് കൊടുത്തു തുടങ്ങി കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഞാൻ കുന്നം വാഴക്കയുടെ പൊടി ഉണ്ടാക്കി വെക്കാൻ വിചാരിച്ചു. അപ്പോൾ വെയിൽ കണ്ടപ്പോൾ ഞാൻ വേഗം അത് ഒന്ന് സെറ്റാക്കുക കേട്ടോ. നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും വിചാരിക്കുന്നത്. കുന്നം വാഴക്ക ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നല്ല വെയിൽ വേണം കേട്ടോ. വെയിലത്ത് ഇങ്ങനെ ഞാൻ മുറത്തിലാക്കിയിട്ട് ഇങ്ങനെ ഉണക്കുക കേട്ടോ. അങ്ങനെ ഉണക്കിയിട്ട് ഒരു 3-4 ദിവസം ഉണക്കുമ്പോഴത്തേക്കും നന്നായിട്ട് പൊട്ടി വരുന്ന രീതിയിലാകും വാഴയ്ക്ക. അപ്പോൾ എന്നിട്ട് അത് നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഏറ്റവും നല്ലതാട്ടോ. ഞാൻ നന്ദൂട്ടിക്ക് ഫസ്റ്റ് കൊടുത്തത് ഇതാട്ടോ. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ നേരെ താഴോട്ടേക്ക് പോയിട്ട് നല്ല വെയിലായിരുന്നു. എൻ്റെ കൂടെ ചാരുട്ടിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഒരു ചെറിയ വീഡിയോ ആട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കിടക്കുള്ളൂ.